നമസ്കാരം. റാഫ്റ്റോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശം എന്തുകൊണ്ടോ കുറവാണ് എന്ന ഒരു പരാതി പൊതുവെ ഫുട്ബോൾ ലോകത്തുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വേൾഡ് കപ്പ് ഇത്തവണ ഏത് ചാനലിൽ കാണാൻ പറ്റും എന്നുപോലും തീരുമാനമായിട്ടില്ല. അപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സിനെ തീരുമാനിക്കുന്നതിലുള്ള പ്രശ്നം എന്താണ്, പ്രതിസന്ധി എന്താണ്, അതിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള വശങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് നമ്മൾ ഇതുവരെ കണ്ട വേൾഡ് കപ്പ് പോലെയല്ല ഈ വേൾഡ് കപ്പ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഖത്തറിൽ കണ്ട വേൾഡ് കപ്പില്ലേ, അതിൽ നിന്ന് എന്തു മാറ്റമാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിനുള്ളത്? അത് ടീമുകൾ 32 നിന്ന് 48 എന്ന് എല്ലാവർക്കും അറിയാം. അത് വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിൽ എന്ത് മാറ്റമുണ്ടാക്കും? അതുപോലെ എന്തൊക്കെയാണ് ഒരു കിരീടം ചൂടുന്ന ടീമിന് എത്ര കളികൾ കളിക്കേണ്ടി വരും, ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോവേണ്ടി വരും, അങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അപഗ്രഥനം ഈ വേൾഡ് കപ്പ് ഫോർമാറ്റിനെ കുറിച്ച്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതൊരു പുതിയ ഫോർമാറ്റാണ്. ഫിഫ 16 ടീമുകളെ കൂടി വേൾഡ് കപ്പിന് ഉൾപ്പെടുത്തി 48 ടീമുകളാണ് ഇത്തവണ വേൾഡ് കപ്പ് കളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചരിത്രത്തിലെ ഏറ്റവും വലിയ വേൾഡ് കപ്പാണിത്. രണ്ടാമത്തെ കാര്യം, 3 വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെക്സിക്കോയിലാണ് ഉദ്ഘാടന മത്സരം. അതുപോലെ USA, അവിടെയാണ് കൂടുതൽ മത്സരങ്ങൾ. പിന്നെ കാനഡ. ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. നേരത്തെയും 1-ലധികം രാജ്യങ്ങളിൽ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. കൊറിയ, ജപ്പാനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 2030 വേൾഡ് കപ്പ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ടീമുകൾ ഹോസ്റ്റുമാരായിട്ടുണ്ടാവും. അതായത് സ്പെയിനിലും പോർച്ചുഗലിലും മൊറോക്കോയിലുമായിട്ടാണ് പ്രധാനമായും കളി നടക്കുന്നതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉദ്ഘാടന മത്സരങ്ങൾ ഉണ്ടാവുമെന്നാണ് FIFA തീരുമാനിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ അവിടെ വ്യത്യസ്തത ആ വേൾഡ് കപ്പിലുണ്ട്. ഈ വേൾഡ് കപ്പിലെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ 32 ടീമുകളിൽ നിന്ന് 48 ടീമുകളായിട്ട് മാറി. അതോടുകൂടി ഉണ്ടായിട്ടുള്ള സുപ്രധാനമായ മാറ്റം, കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു? 8 ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ. 4 ടീമുകൾ വീതമുള്ള 8 ഗ്രൂപ്പുകൾ, 32 ടീമുകൾ. തവണ അങ്ങനെയല്ല, 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളാണ്. അങ്ങനെ 48 ടീമുകളാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കിയാൽ, കളികളുടെ എണ്ണത്തിൽ വലിയ രൂപത്തിൽ മാറ്റമുണ്ടായി. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത് ആകെ 64 മത്സരങ്ങളായിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പിൽ 104 മത്സരങ്ങൾ നടക്കാൻ പോകുന്നു. ദാറ്റ്സ് എ ബിഗ് ചേഞ്ച്. അതോടൊപ്പം ഇത്തവണ വേൾഡ് കപ്പ് നടക്കുന്നത് ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ്. കഴിഞ്ഞ തവണ നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ, ഖത്തറിലായതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ അത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് തണുത്ത കാലത്തേക്ക് കളി മാറ്റിയതാണ്, തണുപ്പുള്ള കാലാവസ്ഥയിലേക്ക് കളി മാറ്റിയതാണ്. അപ്പോൾ US അങ്ങനെയല്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത്. ഇത് നമ്മൾ വിശദമായിട്ട് ഈ ഗ്രൂപ്പിൻ്റെ മാറ്റങ്ങൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. 12 ടീമുകൾ ഉള്ള 4 ടീമുകളുള്ള 12 ഗ്രൂപ്പുകൾ. ഇതെന്തുകൊണ്ട് 16 ഗ്രൂപ്പുകളാക്കിക്കൂടായിരുന്നു? 3 ടീമുകളുള്ള 16 ഗ്രൂപ്പുകൾ. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്ന ഓരോ ഗ്രൂപ്പിലും 1-2 സ്ഥാനത്തെത്തുന്നവരെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അങ്ങനെ വരുമ്പോൾ അവിടെ റൗണ്ട് ഓഫ് 32ലേക്ക് ഗ്രൂപ്പ് ജേതാക്കളും 2ാം സ്ഥാനക്കാരും എത്തും, എളുപ്പമായിരുന്നു. അല്ല, ഇനി റൗണ്ട് ഓഫ് 32 വേണ്ട, റൗണ്ട് ഓഫ് 16 മതിയെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ടീമിനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അതൊന്നുമല്ലാതെ 12 ഗ്രൂപ്പുകളാക്കി 4 ടീമുകളെ തിരിക്കുമ്പോൾ ഫോർമാറ്റിൽ വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൽ ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരാണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല വരാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ആയിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല വരാൻ പോകുന്നത്, റൗണ്ട് ഓഫ് 32 ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക നമ്മൾ നോക്കുന്നത്. 16 ഗ്രൂപ്പുകൾക്ക് പകരം 12 ഗ്രൂപ്പുകൾ ഓപ്റ്റ് ചെയ്തപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ, ടോപ്പ് 2 ടീമുകൾ റൗണ്ട് ഓഫ് 32 യോഗ്യത നേടും. 12 × 2 24 ടീമുകളേ ഉള്ളൂ.
ബാക്കി 8 ടീമുകളോ, 30 റൗണ്ട് ഓഫ് 32 ആണല്ലോ, ബാക്കി 8 ടീമുകളെ കണ്ടെത്താൻ മികച്ച 3-ാം സ്ഥാനക്കാരെ നോക്കും. മികച്ച 8 3-ാം സ്ഥാനക്കാർ കൂടി റൗണ്ട് ഓഫ് 32 നോക്കൗട്ടിലേക്ക് യോഗ്യത നേടും. ചുരുക്കത്തിൽ ഒരു ഗ്രൂപ്പിലെ 4 ടീമുകളിൽ 3 ടീമുകളും കടന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. മനസ്സിലായല്ലോ? 12 ഗ്രൂപ്പുകൾ ഇൻറ്റു 2 24 ടീമുകളായി. പിന്നെ 8 ടീമുകൾ കൂടി റൗണ്ട് ഓഫ് 32 എത്തണം. അതിന് 12 ഗ്രൂപ്പുകളിലെ 3-ാം സ്ഥാനക്കാരെ എടുത്ത് നോക്കും. അതിൽ മികച്ച 8 3-ാം സ്ഥാനക്കാർ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 ടീം വരെ റൗണ്ട് ഓഫ് 32 കടക്കും. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൗണ്ട് ഓഫ് 16 കടക്കും. പിന്നെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കും. പിന്നെ സെമി, പിന്നെ ഫൈനൽ. ടോട്ടൽ വിജയിക്കുന്ന ടീം, കപ്പെടുക്കുന്ന ടീമിന് 7 കളികളാണ് കളിക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ ടീമുകൾ എത്തുന്നത് റൗണ്ട് ഓഫ് 32 അത് ജയിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16, അത് ജയിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ, അത് ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനൽ, അത് ജയിച്ചു കഴിഞ്ഞാൽ ഫൈനൽ. അപ്പോൾ എന്താ ഉണ്ടായത്? ഒരു റൗണ്ട് കൂടി അധികം വന്നു. റൗണ്ട് ഓഫ് 32 എന്നൊരു റൗണ്ട് കൂടി അധികം വന്നു. ഒരു ടീമിന് വേൾഡ് കപ്പിൽ കിരീടം ചൂടണമെങ്കിൽ ഇപ്പോൾ 8 മത്സരങ്ങൾ വിജയിക്കണം. 8 മത്സരങ്ങൾ കളിക്കണം. വിജയിക്കണം എന്നില്ല. ഇപ്പോൾ ഗ്രൂപ്പിൽ ഒരു കളി തോറ്റാലൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ജയിക്കണം എന്നല്ല, 8 കളികൾ കളിക്കണം. ഇപ്പോൾ അർജൻറ്റീന കഴിഞ്ഞ തവണ ഗ്രൂപ്പിൽ ആദ്യ കളി തോറ്റ ടീമല്ലേ, പിന്നെ കപ്പെടുത്തു. അപ്പോൾ അതുകൊണ്ട് ജയിക്കണം എന്നല്ല പറഞ്ഞത്. ഗ്രൂപ്പ് സ്റ്റേജിലെ കളികൾ കൂടാതെ ഒരു റൗണ്ട് കളി കൂടി അധികം വന്നിട്ടുണ്ട്. എല്ലാം ജയിച്ചു പോയി കിരീടം ചൂടുകയാണെങ്കിൽ 8 മത്സരങ്ങൾ വിജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അത് ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഫോമാറ്റിലെ ഒരു വലിയ മാറ്റമാണ്. ഇനി നോക്കുക ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളിലെ മുന്നോട്ടുള്ള സാധ്യതകൾ. ഇതൊക്കെ നമ്മൾ അപഗ്രഥിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. എന്നാലും ഉദ്ഘാടന മത്സരം മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക പോരാട്ടമാണ് ഗ്രൂപ്പ് എയിൽ. അത് ജൂൺ 12 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 നടക്കുക. ഇനി ഇതിലെ ഗ്രൂപ്പുകൾ നോക്കിയാൽ വളരെ വ്യക്തമാണ്. പല ഗ്രൂപ്പുകളും അത്ര കഠിനമൊന്നുമല്ല. കാരണം 3 ടീമുകൾ കയറുമെങ്കിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും സൗത്ത് കൊറിയയും സെച്ചിയയുമാണ്. 3 ടീമുകൾ കയറുന്ന അവസ്ഥയാണെങ്കിൽ ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പക്ഷേ സൗത്ത് ആഫ്രിക്ക പുറത്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഗ്രൂപ്പ് ബിയിൽ കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഖത്തർ ആൻഡ് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ ഇതിൽ ഒരു പക്ഷേ കാനഡയോ അല്ലെങ്കിൽ ഖത്തറോ പുറത്തു പോകാനുള്ള സാധ്യത. ബാക്കി 3 ടീമുകളും കയറിയേക്കും. ഗ്രൂപ്പ് സിയിൽ ബ്രസീലും മൊറോക്കോയും ഹെയ്റ്റിയും സ്കോട്ട്ലൻഡുമാണ്. ഗ്രൂപ്പ് ഡിയിൽ USA-യും പരാഗ്വേയും ഓസ്ട്രേലിയയും തുർക്കിയയുമാണ്. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനിയും കുറസാവോയും ഐവറി കോസ്റ്റും ഇക്കഡോറുമാണ്. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സും ജപ്പാനും സ്വീഡനും ടുണീഷ്യയുമാണ്. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകളാണ്. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിൻ, കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വായ് ടീമുകളാണ്. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ ടീമുകളാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർഡൻ ടീമുകളാണ്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ, DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകളാണ്. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന, പനാമ ടീമുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. വമ്പന്മാർക്കൊന്നും വലിയ തട്ടും തടവൊന്നും ഇല്ലാതെ നോക്കൗട്ട് ഫേസിലേക്ക് കടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഫിഫ ഒരു പക്ഷേ അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ടൂർണമെൻറ്റ് പുരോഗമിക്കും തോറും കളി മുറുകട്ടെ എന്ന്. പക്ഷേ ഇതിൻ്റെ തുടക്ക മത്സരങ്ങളിൽ പലതും വലിയ ആവേശമുള്ള മത്സരങ്ങളായിരിക്കില്ല എന്നൊരു പ്രശ്നം കൂടി അവിടെയുണ്ട്. അപ്പോൾ അതാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിൻ്റെ പ്രത്യേകത. ഇനി മറ്റ് ചില പ്രത്യേകതകൾ ഫുട്ബോൾ പ്രേമികൾക്കുണ്ട്. വൈകാരികമായിട്ട് കളിയെ കാണുന്നവർക്ക്. ഫുട്ബോൾ ലോകത്ത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികം കാലമായിട്ട് ഐക്കണുകളായിട്ട് നമ്മൾ കണ്ടിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ 3 പേരുടെയും ഒരു പക്ഷേ കരിയറിലെ അവസാന വേൾഡ് കപ്പായിരിക്കും ഇത്. അത് വലിയ പ്രാധാന്യമാണ് ഫുട്ബോൾ പ്രേമികൾ ഇവരുടെ റിട്ടയർമെൻറ്റിന് കൊടുക്കുന്നത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നതാണ് എത്ര കാലം ഇവർ കളിക്കുമെന്ന്. നെയ്മർ പറയുന്നത് വേൾഡ് കപ്പിന് ശേഷം ഞാൻ തുടരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, കളിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്ന്. വേൾഡ് കപ്പൊക്കെ ബ്രസീൽ നേടുകയാണ്. ഒരു പക്ഷേ അധികം വിരമിക്കൽ പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെയാണ് അർജൻറ്റീനയുടെ കാര്യത്തിലും. മെസ്സി വേൾഡ് കപ്പിന് ശേഷം കളി തുടരുമ്പോൾ അധികമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനോയുടെ കാര്യത്തിലും അങ്ങനെയാണ്. സോ അടുത്ത വേൾഡ് കപ്പിന് എന്തായാലും ഈ മൂവർ സംഘം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രത്യേകത കൂടിയുണ്ട്. ആരാധകർ
വലിയ വൈകാരികതയോടെയാണ് ഈ ടൂർണമെൻറ്റിന് കാത്തിരിക്കുന്നത് എന്നർത്ഥം. ഏതായാലും വ്യത്യസ്തമായൊരു ഫോർമാറ്റിൽ നമ്മുടെ പല പ്രിയപ്പെട്ട താരങ്ങളും അവരുടെ കരിയറിൻ്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റ്, അതിനെ ആരൊക്കെ ആവേശമില്ല എന്ന് പറഞ്ഞാലും നമുക്കത് ആവേശമാക്കിയെടുത്തേ പറ്റൂ. കാരണം കഴിഞ്ഞ 4 വർഷക്കാലം നമ്മൾ കാത്തിരുന്നത് ഇതിനു വേണ്ടിയിട്ടല്ലേ. സോ പൊളിച്ചെടുക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.